ഹലോ, ഞാൻ ഡോക്ടർ ശ്രുതി, കാറ്ററാക്ട് ആൻഡ് മെഡിക്കൽ റെറ്റിന സ്പെഷ്യലിസ്റ്റ്, ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ്ങിനെ കുറിച്ചാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞരമ്പിനെ പ്രമേഹം ബാധിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്രീനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ പ്രമേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും: ടൈപ്പ് 1 ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ്, ജസ്റ്റേഷണൽ ഡയബറ്റിസ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ കാണപ്പെടുന്ന പ്രമേഹം. ഇതിൽ നമ്മൾ എപ്പോഴാണോ അത് ഡിറ്റക്ട് ചെയ്യുന്നത് അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 to 5 ഇയേഴ്സിന് ഉള്ളിൽ നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്, നേത്ര പരിശോധന സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ടൈപ്പ് 2 ഡയബറ്റിസ് അല്ലെങ്കിൽ മുതിർന്നവരിൽ കാണപ്പെടുന്ന പ്രമേഹം, ഇതിൽ നമ്മൾ എപ്പോഴാണോ അത് ഡിറ്റക്ട് ചെയ്യുന്നത് ആ സമയം തൊട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് നടത്തേണ്ടതാണ്. ജസ്റ്റേഷണൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഗർഭകാലത്തെ പ്രമേഹം. ഗർഭകാലത്ത് പ്രമേഹം ഡയബറ്റിക് റെറ്റിനോപ്പതി നമുക്ക് വർദ്ധിക്കാനും ആരംഭിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണെങ്കിലും ഗർഭകാലത്ത് പ്രമേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിങ് നടത്തേണ്ടതാണ്. എത്ര ഫ്രീക്വൻ്റ്ലി നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് നടത്തണം എന്നുള്ളത് നമുക്ക് ഇയർലി തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് ചെയ്യേണ്ടതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് നടത്തുന്നത്? കാഴ്ച നോക്കിയതുകൊണ്ട് മാത്രം നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പറയാൻ സാധിക്കില്ല. തുള്ളിമരുന്നൊഴിച്ച് കൃഷ്ണമണി വികസിപ്പിച്ച് ഞരമ്പ് നോക്കിയാൽ മാത്രമേ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ.